ഹലോ, ഇന്ന് നമുക്ക് കോട്ടയത്താണ് കേട്ടോ വെഡ്ഡിങ് വർക്ക് ഉള്ളത്. ഒരു ഹിന്ദു ബ്രൈഡൽ വർക്കായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനും ഫാത്തിമയും രാവിലെ തന്നെ 3 ലഗേജായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. വൈകുന്നേരം 4:15 ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പിന്നെ ട്രെയിനിൽ കയറി അടുത്ത് കണ്ട സൈഡ് സീറ്റിൽ തന്നെ കയറിയിരുന്നു. നമ്മുടെ സീറ്റൊന്നും അല്ല, കണ്ടവരുടെ സീറ്റാണ്. പക്ഷെ എന്നാലും ആരും എഴുന്നേൽപ്പിച്ച് വിട്ടില്ല. പിന്നെ ഞാനിരുന്ന സ്ഥലത്ത് ജനലിൽ കമ്പിയൊന്നും ഇല്ലാത്തത് കാരണം നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കോട്ടയത്തേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. പിന്നെ ട്രെയിന് അരമണിക്കൂർ ലേറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ആക്ച്വലി നമുക്ക് 2 വർക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് കോട്ടയത്തും ഒന്ന് പാലക്കാടുമാണ്. രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ എന്താകുന്ന ഒരു ഒരു 7:30 ആയപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടൽ അഞ്ജലി പാർക്കിലാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് ബ്രൈഡ് നമുക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്രൈഡ് മലയാളിയാണെങ്കിലും ബ്രൈഡിൻ്റെ പയ്യൻ വന്നിട്ട് തമിഴ്നാടാണ്. അപ്പോൾ 2 ട്രഡീഷനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കല്യാണമാണ്. ഒരു 6-7 സാരി ട്രേപ്പിംഗ് തന്നെ വരുന്നുണ്ട്. രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രൈഡ് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് കയറിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടോ ആദ്യം തന്നെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ലാത്ത കാരണം ആദ്യം കുറച്ച് നേരം ഇറങ്ങി നടന്നു. പിന്നെ ഒരു ഷോപ്പ് കണ്ടു, അവിടെ കയറി നമ്മൾ 2 പേരും ഷവർമയൊക്കെ കഴിച്ചു. പിന്നെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങളങ്ങനെ പോവുകയാണ്. ഒരു 11 മണിക്ക് ബ്രൈഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വർക്കും സ്റ്റാർട്ട് ചെയ്ത് തരണം. കാരണം 6-7 സാരി ട്രേപ്പിംഗ് ഉണ്ട്. സോ ഈ ഒരു സാരീസൊക്കെ നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത്രയും ലോങ് അവേഴ്സായിട്ടുള്ള വർക്കാണ് നമുക്ക് വരുന്നത്. ഉറക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ നേരത്തെ റൂമിൽ കയറി. പിന്നെ റൂമിൽ വന്നിട്ട് കുറച്ച് ക്ലീനിങ് പ്രോസസ്സ്. പിന്നെ നമ്മുടെ ബ്രൈഡ് വന്നത് രാത്രി 1 മണിക്കാണ്. ഞങ്ങളപ്പം തന്നെ സാരിയുടെ പ്രീപ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നന്ദന എന്നാണ്. ആൾ റീലെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വിടുന്നത്. പിന്നെ സാരിയൊക്കെ നല്ല അടിപൊളി സാരിയായിരുന്നു. ഒരു സ്പെഷ്യൽ കളറൊക്കെ ആയിരുന്നു. ഞങ്ങൾ രാത്രി തന്നെ അത് പ്രീപ്ലീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. ഒരു സാരിയൊന്നുമല്ല, 5